ഇവിടെ ഈ നമ്മൾ ഏത് റിസോർട്ടിലാണ്? ക്രിസ്ത്യൻ റിസോർട്ടിലാണ് കേട്ടോ, കുഴിശ ഉണ്ടോ. അന്നേരം ഇവിടെ ഹൊററായിട്ട് ഇന്നലെ ഞങ്ങൾ 2 പേരും ഇവിടെ അതിൻ്റെ മേളിൽ വെച്ച് ഒരാളെ ഇന്ന് ടാറ്റ കാണിക്കാറുണ്ട്. ഇപ്പം ഞങ്ങൾ അതിൻ്റെ അകത്തോട്ട് പോകും, ഒരു മാമി അകത്തോട്ട് പോകുന്നുണ്ട്. നമുക്കൊന്ന് പോയി നോക്കാം. 2 പിള്ളേരും ഞങ്ങൾ മാത്രമേ ഉള്ളൂ. ഒരു വിശ്വാസത്തിനാണ് വീഡിയോ എടുക്കുന്നത് അല്ലേ? നമുക്ക് ഈ ഗേറ്റിൻ്റെ അടുത്ത് വെച്ച് നോക്കാം. കണ്ടോ കൂട്ടുകാരെ, സെമിത്തേരിയ അടിയോളോടുന്ന് അങ്ങോട്ടൊക്കെ ഉണ്ടോടി. എന്താ ഇത് എഴുതി വെച്ചേക്കുന്നുണ്ടാ? ഇതെന്തോ എഴുതിയേക്കുന്നൊന്ന് വായിച്ച്. വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിച്ചാലും ജീവിക്കുന്ന എന്ന് വിശ്വസിക്കൽ ആണ് എന്നുള്ള ജീസസിനെ വിശ്വസിക്കുന്നതിൻ്റെ കാര്യം നോക്കിയത്. അവിടെ ചോദിക്കുന്നു ഐ ആം ദ റിസറക്ഷൻ ആൻഡ് ദ ലൈഫ്, ജോൺ 11:25. അതാ ഇവിടെയൊക്കെ ഉണ്ട് കണ്ടോ. ഇവിടെ ഇതാ ഈ 36-ാമത്തേന്ന് വായിച്ചേ. സെമിത്തേരിയുടെ അകത്തോട്ട് വന്ന് പേടിച്ചാണ് വരുന്നത്. പിന്നെ രാത്രിയാണെങ്കിൽ ഞങ്ങൾ പേടിച്ച് തൂറുകയാണ്. ഇവിടെ ഇപ്പോൾ ഞങ്ങൾ രാവിലെ ആൾക്കാരൊക്കെ ഉള്ളവിടെ വന്നു കേട്ടോ കൂട്ടുകാരെ. ഇച്ചിരി ഉള്ള കബറൊക്കെ നമ്മുടെയൊക്കെ ആയിരിക്കണം വലുതാട്. പക്ഷേ ഇതിൻ്റെ അകത്ത് RIPയോ അതൊന്നും കുരിശിട്ടിട്ടില്ല. അതൊക്കെ ഇപ്പം മരിച്ചാന്ന് തോന്നുന്നു. ഉയർപ്പിൻ്റെ പൂന്തോട്ടം. പിന്നെ പൂന്തോട്ടമല്ല, ഇതാ ഉയർപ്പിൻ്റെ പൂന്തോട്ടം. ഗൈസ് കണ്ടോ എടി, ഈ വീഡിയോയിൽ ആ പേര് തെളിയുന്നില്ല. കണ്ട അയ്യമ്മേ എന്താ കുറച്ച് സൂമിയ ആടി തെളിയുന്നില്ല. അടുത്തോട്ട് ചിലപ്പോൾ തെളിയാനുള്ള ചെറിയ ചാൻസ്. എടി ഇതാ കറുത്ത്, അയ്യോ കറുപ്പായി. ഒന്ന് കാണാൻ വയ്യ ഇവിടെ തിരുത്തേക്കുന്നത്. വെള്ളം കൊടുക്കും കൂട്ടുകാരെ. അതിന് പൈപ്പൊക്കെ ഒന്നാമത് മരിച്ചതുകൊണ്ട്. ഇല്ല, മെമ്മറീസ് ഓഫ് അമ്മച്ചി. മുന്നോട്ട് പോവരുത്. മാറിയില്ലടി. ഇശലേക്ക് വന്നേ എൻ്റെ അടുത്തോട്ട് പോണ്ട. ഒരു കാര്യമുണ്ടേ, ഇത് നമ്മള് ഫോണില്ലെങ്കിൽ നമ്മള് കാണും ഇതിന്. ഇത് ഫോണിനകത്ത് കാണത്തില്ല. ഫോണുള്ളതുകൊണ്ട് അത് ഇറങ്ങി വരത്തില്ല. ഇപ്പൊ കാണാമല്ലോ ഇവിടെ ഇരിക്കുന്നു. ഇവിടെ കാണിക്കുമ്പോ മൊത്തം ബ്ലാക്ക് കളറ്. എനിക്കിത് ഹോണ്ടഡ് ആയിട്ട് തോന്നുന്നു. ഇത്രയും ബ്രൈറ്റ്നെസ് ഉണ്ട്. ഇത് കാണിക്കുമ്പോ കാണാൻ പറ്റുന്നു. 11. അതെന്താടി അങ്ങനെ ചെയ്യാൻ പറഞ്ഞില്ല? പള്ളിയിൽ വെച്ചാണ് മണി അടിച്ച് അപ്പുറത്തെ പള്ളിയില് ആരോ ചത്ത്. അതുകൊണ്ടാണ് ഇവിടെ പള്ളിയിലായിട്ടുണ്ട് കൂട്ടുകാരെ. ഇന്നലെ ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ റൂം ഞങ്ങൾക്ക് കിട്ടിയില്ല. ഒരു പള്ളിയിൽ ഇവിടെ ഞങ്ങളെയൊക്കെ പേടിപ്പിച്ച് ഓടിച്ചു. അതല്ല ഗൈസ്, ഇതിലേക്കൂടെ ഞങ്ങൾ പാസ് ചെയ്ത് വന്നിട്ട് ഈ പള്ളിയിലാണ് ഇത് കേട്ടത്. മണി ഇവിടെ ബെല്ലടിച്ചിട്ടുണ്ടെങ്കിൽ ഒരാൾ ചത്തെന്നാണ് അർത്ഥം. ആ പള്ളിയിൽ ബെല്ലടിച്ചിട്ടുണ്ട് കേട്ടോ ഗൈസ്. ലൈഫ് അയാളങ്ങ് പോയി. ഒരാളെ അങ്ങിരിക്കുന്നുണ്ടോ കൂട്ടുകാരെ? ഞാന് പേടിച്ച് എൻ്റെ ഇശലുമായിട്ടൊന്ന് പോയി നോക്കാം. ആരെങ്ങോട്ട് പോവാണ്.
ഇത് എൻ്റെ ഫോണിലല്ല അവളുടെ ഫോണിലാണ് എടുക്കുന്നത്. അഡ്ജസ്റ്റ്മെൻറ്റിന് എൻ്റെ ഫോണിന് ഒട്ടും ചാർജില്ല. അതുകൊണ്ടാണ് ഞാൻ ഇതിനകത്തൊന്ന് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്ത് എടി അങ്ങോട്ട് പോവില്ലേ, നമ്മുടെ കബറിലൊന്നും അങ്ങനെ പോയി നിന്നൂടല്ലോ, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അതിനകത്ത് മാത്രം കല്ലിട്ടിട്ടില്ല. അതാണോ പള്ളിയിലച്ഛൻ, ഒന്നാമത്തെ പള്ളിയിലച്ഛൻ ചത്തെന്ന് പറഞ്ഞില്ലേ? കറുത്ത പേപ്പർ ഞാനും ചവിട്ടിയല്ലേ എടി. നമ്മളെ കബറി ഇപ്പോഴേ നമ്മൾ ചത്തിറക്കാൻ നേരത്തെ ഏതെങ്കിലും ഉള്ളവർ ഇങ്ങൊന്ന് ചവിട്ടിയാൽ നമുക്ക് എന്തായിരിക്കും അനുഭവിക്കുന്നത്? ഇനി ഉമ്മോട് ഇവിടെ നോക്കടി, ഇവിടുത്തെ കല്ല് വെച്ചിരിക്കുന്ന ഇവിടുത്തെ ഫസ്റ്റത്തെ പള്ളിയിൽ വെച്ചാണ്. ഏതാ കല്ല് വെച്ചിരിക്കുന്ന ഒരു പ്രത്യേകതര കല്ല്? അതുമല്ല അതിനകത്ത് പ്ലസ് എന്ന് എഴുതിയിട്ടുണ്ട്, അതിന്റെ പേര് എഴുതിയിട്ടുണ്ട്. ഫസ്റ്റത്തെ മുകളിൽ കയറി പട്ടി ഓളം ഇടുന്നു. എടി ഒരു കാര്യം, ആ പട്ടി ഓളം ഇടുന്നു. കുറച്ച് ഹോണ്ടഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിൽക്കുന്നത് അത്ര സേഫ് അല്ല. ഞങ്ങൾ ഇന്നലെ ഇവിടെ സ്റ്റേ ആയിരുന്നു ഗൈസ്. എൻ്റെ ഒരു വിശ്വാസം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു കുരിശി തൊട്ടിട്ട് നമ്മളൊന്ന് പ്രാർത്ഥിച്ചിട്ട് പോകുന്നതാണ് നല്ലതെന്ന് തോന്നുന്നു. നീ പോടാ പട്ടി, എന്ത് പറയുന്നേ? ഇല്ല വാ, അങ്ങനൊന്നുമില്ല. സത്യം പറയത്ത് ഇവിടുന്ന് എണീറ്റ് അങ്ങോട്ട് പറഞ്ഞു പോണം. ഞാൻ കണ്ടൊരു കറുത്ത പുക രാവിലെ അപ്പഴേക്കൊന്നും അറിയത്തില്ല. സത്യമായിട്ട് ഞാൻ കണ്ട്. അത് ആത്മാവൊന്നുമല്ല, അത് അങ്ങോട്ട് പോയ ചെറുക്കന് കണ്ണീന്ന് വെള്ളം വരുന്ന എനിക്ക് തണുക്കുകയും ചെയ്യുന്നു. അവിടെ ഒരു പള്ളിയുണ്ട്, പിള്ളേരായിട്ട് നമ്മൾ വന്നേക്കുന്നത്. അവിടെ നമ്മുടെ പള്ളിയുണ്ട് ഗൈസ്. കുറച്ച് ഞങ്ങള് ധൈര്യത്തോടെ അയക്കുന്നത്. എന്തെങ്കിലും ഒരു കുഞ്ഞു മാല ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും പൂ വെച്ചിട്ട് പോവായിരുന്നു. അങ്ങനെയല്ലേ സിനിമയിലൊക്കെ കാണത്തില്ല, പൂവൊക്കെ വെച്ച് നമുക്കൊരു പൂവ് എല്ലാരും ഓരോ പൂ വെച്ചിട്ട് കൊണ്ട്. എന്തായാലും ഇവിടെ അവരെ ശബ്ദിക്കാൻ ആളെ വെക്ക്. ഇച്ചിരി ഹോണ്ടഡ് ആണ്. ഞങ്ങൾ വെളിയിൽ ചെന്ന് ഇച്ചിരി പൂ വെച്ച് ഞാനത് അതിന്റെ കബറിന്റെ സ്ഥാനത്തൊന്ന് വെക്കുകയാണ് കേട്ടോ.